ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഒരു യാത്ര പോവുക കേട്ടോ. എങ്ങോട്ടാന്നല്ലേ? അമ്മ വിളിച്ചാൽ മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അതെ, നമ്മുടെ കൊല്ലൂർ മൂകാംബികയിലേക്ക്. അപ്രതീക്ഷിതമായിട്ടാണ് അമ്മയുടെ ചേച്ചിയുടെ കോള് വരുന്നത്. അവരെല്ലാരും കൊല്ലൂർ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നോ ചോദിച്ചു. ട്രാവലറിലൊന്നുമല്ല, ട്രെയിനിന് പോകാൻ നമുക്ക്. അപ്പൊ ഒന്നും നോക്കിയില്ല, സെറ്റ് പറഞ്ഞു. അമ്മയുടെ ക്ഷണനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും തോന്നി. അച്ഛൻ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞതാ, പിന്നെ എന്താന്നറിയില്ല, ഞാനും വരാന്നും പറഞ്ഞു മൂപ്പരും അങ്ങോട്ട് കൂടി. 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഹാജരായി ഞങ്ങൾ. ഓരോരുത്തരായിട്ട് പിന്നെ പിന്നെ എത്തിച്ചു തുടങ്ങി. അമ്മയുടെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, ഞങ്ങളും. ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി ഫസ്റ്റ്. അപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് തള്ളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോഴേക്കും ട്രെയിൻ വന്നു. ഞാനും എൻ്റെ 3 പടകളും കൂടിയിട്ട് ബർത്തക്കേടിയാണ് സീറ്റ് പിടിച്ചു. വേറെ എവിടെയും സീറ്റ് ഉണ്ടായിരുന്നില്ല. അച്ഛനൊക്കെ നിൽക്കുന്നായിരുന്നു കേട്ടോ. പിന്നീട് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും തന്നെ സീറ്റ് പോയിരുന്നു. ഞങ്ങൾ മാത്രമായി. സീറ്റൊക്കെ കിട്ടിയോണ്ട് ഞങ്ങളുടെ അങ്ങനെ കുറച്ച് പേര് ഉറങ്ങി ക്ഷണിച്ചു, കുറച്ച് പേര് സിനിമ കണ്ടു, അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഫുഡ് കുറച്ച് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് സെറ്റായി. നിശ്ചയിച്ച് ഉണ്ടയെല്ലാം കൊണ്ടുവന്നിനി. അതുകൊണ്ട് പിന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു. അവസാനം ഞങ്ങൾ ബൈന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ബൈന്ദൂരിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ നിന്ന് 50 രൂപയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ടാണ് നമ്മൾ കൊല്ലൂരെത്തുന്നത്. ബസ്സിന് ഒരാളുടെ ചാർജ് 50 രൂപയാണ്. നേരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താന്ത്രിക് എന്ന് പറയുന്ന റെസിഡൻസിയിൽ. അവിടെ പോയി റൂമൊക്കെ അങ്ങോട്ട് സെറ്റായി നേരെ ഫുഡ് കഴിക്കാൻ പോയി. വിശന്ന് കുടല് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിയായതിന് ഏകദേശം.